വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വർഷത്തെ ഓണം ഇങ്ങ് എത്തിപ്പോയി. ഇന്ന് അത്തമാണ് നാളെ വരുന്നത്. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ അത്തപ്പൂ ഇടാനുള്ള തിരക്കിലാണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ കുളിച്ച് വൃത്തിയായി നമ്മൾ മുറ്റമൊക്കെ അടിച്ചു വാരാണ്. ഇനി നമുക്ക് ചാണകം തളിച്ച് പൂക്കളം ഇടാം. പൂക്കളം തലേന്ന് റെഡിയാക്കി വെക്കുന്നതായിരുന്നു ഞാൻ. പക്ഷേ ഇന്നലെ തലേന്ന് നമുക്ക് നമ്മുടെ കസിൻ്റെ മോടെ കല്യാണം ആയതുകൊണ്ട് നമുക്ക് പോകേണ്ടി വന്നു. അപ്പോൾ നമുക്ക് ഇതിനുള്ള ടൈം കിട്ടിയില്ല, അത്തത്തറയൊന്നും ഒരുക്കാനുള്ള ടൈം കിട്ടിയില്ല. പിന്നെ രാവിലെ തന്നെ നമ്മൾ പോയി ചാണകമൊക്കെ സംഘടിപ്പിച്ച് കൊണ്ടുവന്നു. പിന്നെ തൃക്കാക്കരയപ്പനയൊക്കെ ഉണ്ടാക്കി വെച്ചു. അങ്ങനെ വിളക്ക് കൊളുത്തി വെച്ചിട്ടാണ് നമ്മൾ പൂവ് ഇട്ട് തുടങ്ങാറ്. അപ്പോൾ അകത്തുനിന്ന് പൂജാ റൂമിൽ വിളക്ക് കത്തിച്ചതിന് ശേഷം അവിടുന്ന് വേറൊരു വിളക്ക് കത്തിച്ച് കൊണ്ടുവന്ന് വെച്ചിട്ടാണ് നമ്മൾ പൂക്കളം ഇട്ട് തുടങ്ങുന്നത്. അപ്പോൾ ഇന്ന് ഒരു വരി മതി. അപ്പോൾ എല്ലായിടവും അങ്ങനെയൊക്കെയാണെന്ന് എനിക്കറിയില്ല. പല വീഡിയോസിലും ഞാൻ ഒരുപാട് വരികളിട്ട് നമ്മൾ തിരുവോണത്തിൻ്റെ അന്നൊക്കെ പൂക്കളം ഇടുന്ന പോലെ കളമൊക്കെ വരച്ചിടുന്നതാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഇവിടെയൊക്കെ അത്തത്തിന് ഒരു വരി മാത്രമേ ഇടാറുള്ളൂ കേട്ടോ. അപ്പോൾ ഇന്ന് തുമ്പയും തുളസിയും ആണ് കേട്ടോ പ്രാധാന്യമുള്ള പൂക്കൾ. തുമ്പപ്പൂ കണി കാണാൻ പോലും കിട്ടാനില്ല. പിന്നെ നമ്മൾ തുളസി വെച്ച് ഒരു വരി കംപ്ലീറ്റ് ചെയ്തു കേട്ടോ. ഓണപ്പൂക്കളത്തിൻ്റെ രണ്ടാം ദിവസമായ ചിത്തിരയാണ് കേട്ടോ. അത് മാത്രമല്ല വേറൊരു വിശേഷം കൂടെ ഉള്ളത്, ഇന്ന് തന്നെയാണ് വിനായക ചതുർത്ഥി വരുന്നത്. അപ്പം നമ്മൾ രാവിലെ എണീറ്റ് കൊട്ടാരക്കര ശ്രീ മഹാഗണപതിയെ കാണാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ രാവിലെ 5:30 നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. നമ്മുടെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു 15 കിലോമീറ്റർ ഉണ്ട് കേട്ടോ അമ്പലത്തിലോട്ട്. അപ്പോൾ രാവിലെ തന്നെ എന്തായാലും നല്ല തിരക്കായിരിക്കും. വിനായക ചതുർത്ഥി ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ക്യൂ ഉണ്ടെന്ന് നമുക്ക് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഇത്ര നേരത്തെ ഇറങ്ങിയത്. അപ്പോൾ നമ്മൾ ബൈക്കിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. ഞാനും ചേട്ടനും കൂടി ഒരു ബൈക്കിൽ പോയി. ആ ചേച്ചിയും എൻ്റെ അനിയത്തിയും കൂടി വേറെ സ്കൂട്ടിയിലായിരുന്നു വന്നത്. അപ്പോൾ നമ്മൾ 4 പേരോടെ ആയിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞങ്ങളായിരുന്നു കേട്ടോ എത്തിയത്. പിന്നെ നമ്മൾ അവരെ വെയിറ്റ് ചെയ്ത് നിന്നു. അപ്പോൾ ഉണ്ണിയപ്പം മേടിക്കാനായാലും മോദകം മേടിക്കാനായാലും നല്ല തിരക്കായിരുന്നു. ഇന്ന് മാത്രമാണ് കേട്ടോ അവിടെ മോദകം കിട്ടുന്നത്. കൊട്ടാരക്കര അമ്പലത്തിലെ ഉണ്ണിയപ്പം എന്ന് പറയുന്നത് ഭയങ്കര ഫേമസ് ആണ്. അത് എല്ലാ ദിവസവും തന്നെ കിട്ടും. പിന്നെ ഉദയാസ്തമന പൂജ ഉള്ള ദിവസങ്ങളിൽ മാത്രമേ ഉള്ളൂ ഉണ്ണിയപ്പം കിട്ടാതിരിക്കുന്നത്. രാവിലെ പോയതുകൊണ്ട് തന്നെ നമുക്ക് അധികം ക്യൂവിൽ നിൽക്കേണ്ടി വന്നില്ല. കുറച്ച് നേരത്തെ ഒരു ക്യൂവേ ഉള്ളായിരുന്നു കേട്ടോ. നമുക്ക് നന്നായിട്ട് ഭഗവാനെ തൊഴാനും പറ്റിയത്. പിന്നെ വലം വെച്ച് വരാൻ സമ്മതിക്കത്തില്ലായിരുന്നു, കാരണം അത്രത്തോളം തിരക്കായിരുന്നു. പിന്നെ അവിടെ ഗണപതി ഹോമമൊക്കെ നടക്കുന്നുണ്ട്. 1008 തേങ്ങയുടെ ഗണപതി ഹോമമായിരുന്നു കേട്ടോ അന്ന് അവിടെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഒരു 7 മണി 7:30 ആയി കാണും കേട്ടോ. ഇനി 8 മണി തൊട്ടാണ് ആനയൂട്ട് തുടങ്ങുന്നത് കേട്ടോ. അപ്പോൾ അത് കാണാൻ വേണ്ടി നമ്മൾ നിൽക്കുന്നില്ല. ലേറ്റായി. നമ്മൾ അത്തപ്പൂന്നും ഇടാതെയാണ് രാവിലെ ഇറങ്ങിയത്. അപ്പോൾ ഇനി ചെന്നിട്ട് വേണം നമുക്ക് പൂക്കളൊക്കെ ഒരുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതേ ചിറ ഇതാണ് കേട്ടോ. ഇഷ്ടംപോലെ മീനുകളുണ്ടായിരുന്നു. അപ്പോൾ അതേ കുറേ പേര് മീൻ തീറ്റയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അധികം ആരും ആ ചിറയിൽ അങ്ങനെ ഇറങ്ങത്തില്ല. വലിയൊരു ചിറയാണ് കേട്ടോ ഉള്ളത് ഫ്രണ്ടിലായിട്ട്, ക്ഷേത്രത്തിന് മുന്നിലായിട്ട്. അപ്പോൾ എല്ലാവർക്കും അറിയായിരിക്കും. അപ്പോൾ ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. ദേ അവിടെ ആനയൂട്ടിനുള്ള ആനയൊക്കെ കുളിപ്പിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. അപ്പം നമ്മൾ അവിടെ പോയി ഇന്ന് ആനയെ കുളിപ്പിക്കുന്നതൊക്കെ കണ്ടു കേട്ടോ. നമ്മൾ ഇറങ്ങാറായപ്പോഴത്തേക്കും ആളുകളുടെ എണ്ണം കൂടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ കുറച്ച് ലേറ്റായി പോയിരുന്നെങ്കിൽ നമ്മൾ എന്തായാലും പെട്ടുപോയതിനെ, ക്യൂവിൽ നിൽക്കേണ്ടി വന്നേനെ. അപ്പോൾ നമ്മൾ ഒരുപാട് നേരമൊന്നും അവിടെ നിന്നില്ല. അപ്പോൾ തന്നെ നമ്മൾ ഇറങ്ങി. ഇനി നമുക്ക് വന്നിട്ട് നമ്മുടെ ഇവിടെയുള്ള അമ്പലത്തിലൂടെ കയറണം. അപ്പോൾ ഇവിടെ കയറാതെയായിരുന്നു നമ്മൾ രാവിലെ പോയിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ഹോട്ടലിൽ കയറി കേട്ടോ. അപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെ ഉള്ളൊരു ഹോട്ടലിലാണ് കയറിയത്. അപ്പോൾ അവർക്ക് 3 പേർക്കും മസാല ദോശ കിട്ടി. അപ്പോൾ ഞാൻ മസാല ദോശയായിരുന്നു ഓർഡർ ചെയ്തിരുന്നത്. പിന്നെ എനിക്ക് വരാൻ കുറച്ച് ലേറ്റായി കേട്ടോ. പിന്നെ സാമ്പാറും ചമ്മന്തിയൊക്കെ ഒഴിച്ചു. അവിടുന്ന് മസാല ദോശയൊക്കെ നമ്മൾ നന്നായിട്ട് തന്നെ കഴിച്ചു. അത്യാവശ്യം തിരക്കേടില്ലാത്ത മസാല ദോശയായിരുന്നു കേട്ടോ. പിന്നെ വടയും ഉണ്ടായിരുന്നു. ലേറ്റ് ആയതുകൊണ്ട് നമ്മൾ നേരെ വീട്ടിലേക്കാണ് വന്നത്. വീട്ടിലേക്ക് വന്ന് നമ്മൾ നേരെ പൂക്കളം ഇടാൻ തുടങ്ങുകയാണ്. തലേ ദിവസം തന്നെ നമ്മൾ വൈകിട്ട് തളിച്ചിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ മഴ പെയ്ത കാരണം ഒരു ചെറിയ ഇതായിട്ട് കിടപ്പുണ്ട്. പിന്നെ നമ്മൾ വെള്ളം കുടഞ്ഞിട്ട് നേരെ ഇട്ട് തുടങ്ങി. അപ്പോൾ ഇന്ന് 2 വരി ഇട്ടാൽ മതി. അപ്പോൾ ഇന്ന് വലിയ പ്രശ്നമൊന്നുമില്ല. നമ്മൾ നേരെ വിളക്ക് കത്തിച്ച് വെച്ച് പൂ ഇട്ടാൽ മാത്രം മതി. ചില കമൻസ് ഞാൻ കമൻറ്റ് ബോക്സിൽ കണ്ടു, വിളക്ക് കരി പിടിച്ചിരിക്കുന്നു എന്ന്. അത് ഏതൊരു നിലവിളക്കായാലും നമ്മൾ കത്തിച്ച് മുറ്റത്ത് കൊണ്ടുവച്ചാൽ അത് കാറ്റടി കൊണ്ട് എന്തായാലും കരി പിടിക്കും. അത് ഞാൻ വീഡിയോസ് എടുക്കുന്നത് ഞാൻ രാവിലെ നേരത്തെ കത്തിച്ച് വെച്ചിട്ട് പിന്നെ ഞാൻ വന്ന് ഫോൺ ഓണാക്കി വെച്ചിട്ടൊക്കെയാണ് ഞാൻ വീഡിയോസ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോസിൽ കാണുമ്പോൾ വിളക്ക് കരി പിടിച്ചിരിക്കും അങ്ങനെ വന്ന കമൻറ്റാണെന്ന് എനിക്ക് മനസ്സിലായി. എങ്കിലും എൻ്റെ ഭാഗത്തുനിന്ന് ഒരു ക്ലാരിഫിക്കേഷൻ വേണമല്ലോ. അപ്പോൾ അതുകൊണ്ട് പറഞ്ഞതാണ് കേട്ടോ. പിന്നെ വേറൊരു കാര്യം, വിളക്ക് വെറും തറയിൽ വെക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അതെനിക്ക് അറിയത്തില്ലായിരുന്നു. പിന്നെ എല്ലാവരും ഇവിടെ പറയുന്നത് തളിച്ച തറയാണ്, ചാണകം മെഴുകി കഴിഞ്ഞാൽ ശുദ്ധിയാവും. അപ്പോൾ പിന്നെ നമ്മൾ വിളക്ക് അവിടെ വെക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല എന്നൊരു അർത്ഥത്തിലാണ് നമ്മൾ വിളക്ക് അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഇന്നലെ ഞാനൊരു കമൻറ്റ് കണ്ടായിരുന്നു, അതുകൊണ്ട് പറഞ്ഞതാണേ. അപ്പോൾ ഇന്ന് നമുക്ക് തുളസിയിലയും പാലപ്പൂവും ആണ് ഞാൻ ഫസ്റ്റ്
ലൈനായിട്ട് ഇട്ട് കൊടുത്തത്. തൃക്കാക്കരയപ്പന് മുക്കുറ്റിയാണ് കേട്ടോ ചൂടിച്ചു കൊടുത്തിരിക്കുന്നത്. പിന്നെ രണ്ടാമത്തെ വരിയായിട്ട് ശംഖുപുഷ്പം ആണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ പ്രധാന പുഷ്പങ്ങൾ. അപ്പോൾ അത് വെച്ചൊക്കെയാണ് കേട്ടോ നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ആദ്യത്തെ 3-4 ദിവസങ്ങളിൽ നമ്മൾ പുറത്തുനിന്ന് പൂക്കളൊന്നും വാങ്ങിക്കാറില്ല. നമ്മുടെ തൊടിയിലും പറമ്പിലും ഒക്കെ ഉള്ള പൂക്കൾ തന്നെയാണ് കേട്ടോ നമ്മൾ പൂവിടാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടമായാൽ എന്തായാലും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവർ ടാറ്റാ ബൈ ബൈ, സീ യു.